വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രക്തക്കുറവുള്ള കുട്ടികൾക്കും അമ്മമാർക്കെല്ലാം വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. ഇത് കഴിച്ചാൽ ഹിമോഗ്ലോബിൻ കൂട്ടും, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, പ്രതിരോധ ശക്തി കൂട്ടും. ഇതിന് വേണ്ടത് എള്ള്, റാഗി, അവൽ, ചുവന്ന അവൽ വേണം, വെല്ലം, മുന്തിരി, കുറച്ച് അരി വറുത്തത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എള്ളും ഈ റാഗിയും വറുത്തിട്ടില്ല, ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. ഇനി ഇത് രണ്ടും വറുത്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ റാഗിയാണ് വറുത്തെടുക്കുന്നത്. പാൻ ചെറിയ ചൂടായിട്ടുണ്ട്. റാഗി ഇട്ട് കൊടുക്കാം. ഒരുപോലെ ഇളക്കി കൊടുക്കണം. റാഗിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി എള്ള് വറുത്തെടുക്കാം. എള്ള് കരിയാതെ നോക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കരിഞ്ഞാൽ പിന്നെ ഒരു ഗുണവും ഉണ്ടാവില്ല. ചെറുതായി പൊട്ടിത്തുടങ്ങി. തികച്ചും പൊട്ടാൻ നിൽക്കേണ്ട. സ്റ്റവ് ഓഫ് ചെയ്യാം. എള്ള് വറുത്ത് തണുക്കാനും വെച്ചിട്ടുണ്ട്. റാഗി ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തണുത്തു. ഞാൻ തേങ്ങ ഒന്ന് ചൂടാക്കാൻ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിന്. പശു നെയ്യ്, അതിൽ മുന്തിരി, അതും വറുത്ത് പോരാ. നെയ്യ് കൂടുതൽ ചേർക്കാം. ഓരോരാളെ രോഗാവസ്ഥക്കനുസരിച്ചും മധുരത്തിലും നെയ്യിലെല്ലാം മാറ്റം വരും. ശർക്കര ഒരു 1/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട്, വെള്ളം വളരെ കുറച്ച് മതി. പൊങ്ങിയിട്ടുണ്ട്. കോരിയെടുക്കാം. അതേ പാത്രത്തിൽ തേങ്ങ ചേർത്തു. കുറച്ച് നെയ്യും. ഇത് ഹോസ്റ്റലിലെല്ലാം നിന്ന് പഠിക്കുന്ന പെൺകുട്ടികളുണ്ടാവില്ലേ, രക്തക്കുറവുള്ള അവർക്കും ആരോഗ്യക്കുറവുള്ളവർക്കെല്ലാം ഓർമ്മശക്തി കൂട്ടാൻ, നല്ല ഉന്മേഷവും ഉണർവെല്ലാം കിട്ടാൻ നല്ലതാണ് ഇത്. പെട്ടെന്ന് ഹീമോഗ്ലോബിനെല്ലാം കൂട്ടും. അന്നേരം അങ്ങനെ ആക്കിയിട്ട് കൊടുത്തേക്കുന്ന സമയത്ത് ശർക്കര ഉരുക്കി പാരണം എന്നില്ല. ശർക്കര പൊടി ചേർത്തിട്ട് ഉണ്ടൻ്റെ രൂപത്തിലാക്കിയാൽ മതി. ഇങ്ങനെ തേങ്ങ ചേർക്കുമ്പോൾ നന്നായിട്ട് ചൂടാക്കണം. നമ്മുടെ ആവശ്യത്തിന് വീട്ടിലേക്ക് കുറച്ചെല്ലാം ആക്കുമ്പോൾ തേങ്ങ അധികം ചൂടാകണമെന്നില്ല. നല്ലോണം ചൂടാകണം. കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കുക. തേങ്ങേൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം കുറച്ച് പോയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യലാണ്. ഈ മുത്താറിയില്ലേ, അതിൻ്റെ കൂടെ അരിയും ചേർത്ത്, ഈ ചേർത്ത് അരിക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 കട്ട ഉപ്പ് ചേർത്തിന് പൊടിച്ച് കൊടുക്കുക. അരിയും റാഗിയും പൊടിച്ചെടുത്തതിന് ഇതിൽ ഏലക്ക ഓട് കളഞ്ഞത് ഒരു 6 എണ്ണത്തിൻ്റെ, പിന്നെ ചെറിയൊരു കഷ്ണം ചുക്ക് ചേർത്തിന്. അതിൻ്റെ കൂടെ ഇത് മാറ്റുന്നില്ല, ഈ പൊടി മാറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ എള്ള് ചെരിഞ്ഞ് കൊടുക്കുന്നുണ്ട്.
പൊടി മാറ്റാണ്ട് എള്ള് ചേർത്ത് കൊടുത്തു. ഇനി പൊടിച്ചെടുക്കാം. എള്ളും പൊടിച്ചെടുത്തു. എള്ള് ജാറിൻ്റെ അടിയിലിട്ട് കൊടുത്താൽ ഈ എള്ളിൻ്റെ അകത്ത് എണ്ണമയം ഉള്ളത് കൊണ്ട് അങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. നല്ല എള്ള് പൊടിക്കണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. അപ്പം കല്ലില്ലാത്തവർക്കും അങ്ങനെ എള്ള് ശരിക്കും അരഞ്ഞ് വരുമില്ലല്ലോ, അതുകൊണ്ട് പൊടിച്ചതാണ്. ഇനിയിപ്പം തേങ്ങ ചേർത്തിട്ടൊന്ന് ഇടിച്ചെടുക്കാം. തേങ്ങ ഈ പൊടിയിൽ തന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ദൂരെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ 1 മാസത്തോളം 1.5 മാസമെല്ലാം സൂക്ഷിക്കണ്ടെങ്കിൽ ഇപ്പം തേങ്ങ അടിക്കുന്ന ഈ സമയത്ത് ശർക്കര പൊടിയാക്കിയിട്ട് ഇതിൽ ചേർത്താൽ മതി. ചെറിയ കഷ്ണമാക്കിയിട്ട് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് കാലം ഈട് നിൽക്കും. ഈ ശർക്കരപ്പാനി ഇതിലേക്ക് അടിച്ച് മാറ്റാം. എരിച്ചൊഴിച്ച് ശർക്കരപ്പാനിൻ്റെ ഇത് കത്തിച്ച് സ്റ്റൗ ഓണാക്കിയിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അവിൽ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തില്ല, എല്ലാവരുടെയും ചൂടായിട്ട്. കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിൽ പിന്നെ വെല്ലം പൊടിയാക്കിയിട്ട് മിക്സിയിലിട്ടടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടാവശ്യത്തിനാക്കുമ്പോൾ ഇതേ രീതിയിലാണ് എടുക്കും. വെല്ലം പൊടിയാക്കേണ്ട ആ ഒരു സമയം ആവശ്യമില്ല. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുന്തിരിയില്ലേ നേരത്തെ, അതും ചേർത്ത് കൊടുക്കുക. ഇളക്കിയിട്ട് നന്നായി യോജിപ്പിക്കുക. ഇപ്പോൾ നല്ല ചൂടാണ്. ഇളം ചൂടോടെ ഉണ്ടാക്കി വെക്കുക. നമ്മുടെ എള്ള് റാഗി ഉണ്ട ഇവിടെ റെഡിയായിട്ട്. ഇത് കഴിച്ചാൽ എന്ത് രക്തം കുറഞ്ഞവർക്കും ഇത് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അന്നേരമാണ് രക്തം കൂടിയത് മനസ്സിലാക്കി. ഇത് കഴിച്ച പാട് രക്തം കൂടില്ല. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അന്നേരം ഹീമോഗ്ലോബിൻ കൂടിയിട്ടുണ്ടാവും.